അതായത് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിച്ചായിരുന്നു. ഒപ്പം ഈ പരാതിക്കാരി അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. സ്വാഭാവികമായും പരാതിക്കാരിക്ക് അതിനകത്ത് കൺസേൺ ഉണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു. യെസ്, അപ്പൊ അതിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത്, കാരണം ഇതാദ്യമായല്ല ഒരു രാഹുൽ അനുകൂല നിലപാട് ശ്രീനാദേവി കുഞ്ഞമ്മ എടുക്കുന്നത്. മാത്രമല്ല, പരാതിക്കാരി പറഞ്ഞ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടുകൂടിയാണ് അവർ ആ വീഡിയോയിൽ രംഗത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു അധിക്ഷേപമായി തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇതിനെ ഇനി എങ്ങനെ കാണാനാണ് സാധ്യത? പ്രത്യേകിച്ച് CPI വിട്ട് ഇതാ ഇങ്ങോട്ട് എത്തിയ ഒരു നേതാവ് കൂടിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിലൊരു നടപടി, ഒരു ദ്രുതഗതിയിലുള്ള ഏതെങ്കിലും തരത്തിലൊരു നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് സിജോ? പാർട്ടിയുടെ ഒരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് രാഹുലിനെ സംരക്ഷിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ, ഒരു വനിത തന്നെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഇനി വീഡിയോ ഇടരുത്, അല്ലെങ്കിൽ രാഹുൽ അനുകൂല നിലപാട് സ്വീകരിക്കരുത് എന്നുള്ള ഒരു ആവശ്യം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പാർട്ടി നേതൃത്വം ആവശ്യപ്പെടാനാണ് സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ വലിയ രീതിയിൽ അതിജീവിതയ്ക്ക് എതിരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഈ ശ്രീനാദേവി കുഞ്ഞമ്മ വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് അതിജീവതയുടെ പല നിലപാടുകളെയും ഇവർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവരെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷവും പല വസ്തുക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അതിജീവിത വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ള ഒരു യുവതി എങ്ങനെയാണ് ഇത്തരത്തിൽ ഇയാൾക്ക് ഇത്തരത്തിൽ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുകയും ചെയ്തിരുന്നത്. അത് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം നിലപാടുകൾ പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. അവരെ ഇത് ഇടപെട്ട് തടയണം എന്നുള്ളൊരു കാര്യമാണ് ഈ അതിജീവിത KPCC നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. KPCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ UDF കൺവീനർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങി ഉൾപ്പെടെ ഉള്ളവർക്കാണ് ഇത്തരത്തിൽ ഇമെയിലായി പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അവർക്കെതിരെ മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നിരവധി പ്രവർത്തകർ സൈബർ ഇടങ്ങളിൽ പ്രചരണം നടത്തുന്നുണ്ട്. അത്തരക്കാരെ മുഴുവൻ ഇടപെട്ട് തടയണം, അതിനുള്ള കർശനമായ നടപടി പാർട്ടി സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അതിജീവിത മുന്നോട്ട് വെക്കുന്നത്. അതിജീവിത പാർട്ടിക്ക് മാത്രമല്ല ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ പരാതി പരിശോധിച്ചു വരികയാണ്. ഇത്തരത്തിൽ അതിജീവിതയെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായും പോലീസും കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ മൂന്നാമത്തെ കേസിൽ അതിജീവിത മാത്രമല്ല, ആദ്യ കേസ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ആ പരാതിക്കാരിക്കെതിരെ പോലും രൂക്ഷമായ സൈബർ ആക്രമണമാണ് നേരിട്ടിരുന്നത്. അത്തരത്തിലുള്ള സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. രാഹുൽ ഈശ്വർ ആദ്യത്തെ അതിജീവിതയുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു എന്ന് പറഞ്ഞ് വിവരങ്ങൾ പങ്കുവച്ചതിന്റെയാണ് അറസ്റ്റിലാക്കപ്പെടുന്നത്. 16 ദിവസങ്ങൾക്ക് ശേഷമാണ് അന്ന് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുന്നത്. രാഹുൽ ഈശ്വർ മാത്രമല്ല, കോൺഗ്രസ് നേതാവ് സന്ദീപ് ഉണ്ട്. സന്ദീപിന്റെ ഒക്കെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. സമാനമായ അവസ്ഥ ഈ രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്ന മൂന്നാമത്തെ അതിജീവിതയ്ക്കും നേരിടുന്നുണ്ട്. ഇത് തടയണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്.